കൊച്ചി രാജ്യത്ത് ബ്രിട്ടീഷ് മേൽക്കോയ്മ നിലവിൽ വന്നതിന് ശേഷം തിരുവിതാംകൂറിലെ റെസിഡൻ്റായിരുന്ന കേണൽ മൺട്രോ കൊച്ചിയിലെയും റെസിഡൻ്റായിട്ട് ചുമതലയേറ്റു. ദിവാനായിരുന്ന ശങ്കരവാര്യരുടെ ഭരണകാലത്ത് പല ശ്രദ്ധേയമായ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്ന 1845 എറണാകുളത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത്. ഇതാണ് പിന്നീട് മഹാരാജാസ് കോളേജായിട്ട് വളർന്നു വന്നത്. പുലയര്, പറയര് തുടങ്ങിയ ജനവിഭാഗങ്ങളെ അടിമകളാക്കുന്ന സമ്പ്രദായം 1854 പൂർണ്ണമായിട്ടും നിർത്തലാക്കി. ദിവാനായിരുന്ന MR ബാനർജി ടൗൺ കൗൺസിലുകൾക്ക് രൂപം കൊടുത്തത് കൂടിയിട്ട് തദ്ദേശീയ രീതിയിലുള്ള ഒരു ഭരണത്തിന് തുടക്കം കുറിച്ചു. ദിവാനായിരുന്ന TS നാരായണയ്യരുടെ ഭരണകാലത്ത്, അതായത് 1925 മുതൽ 1930 വരെയുള്ള ഭരണകാലത്ത് ഭൂരിപക്ഷമുള്ള ഒരു ജനകീയ നിയമസഭ കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്നു. 1931 മുതൽ 1941 വരെ രാജാവായിരുന്ന രാമവർമ്മയുടെ ഭരണകാലത്ത് ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നിലവിൽ വന്നു. ഇതക്കാലത്ത് ചൂടുപിടിച്ച ചർച്ചകൾക്ക് വഴിതെളിച്ച ഒരു ഭരണപരിഷ്കാരമായിരുന്നു. കൂടാതെ ഏതാനും വകുപ്പുകൾ ഒരു മന്ത്രിയുടെ കീഴിലാക്കിയിട്ട് അദ്ദേഹം ഭരണം നടത്തുകയും ചെയ്തു. 1947 തൃശ്ശൂർ വെച്ച് നടന്ന ഐക്യസംസ്ഥാന സമ്മേളനത്തിൽ ഐക്യകേരളത്തിന് വേണ്ടി അക്കാലത്തെ രാജാവായിരുന്ന കേരളവർമ്മ അനുകൂലമായിട്ട് പ്രസംഗിച്ചത് നിർണായകമായ ഒരു സംഭവ വികാസമായിരുന്നു. 1948 ശ്രീ പരീക്ഷിത്ത് തമ്പുരാൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരവും കൊച്ചിയും തമ്മിലുള്ള സംയോജനം നടന്നു. അതോടെ ഒരു പ്രത്യേക രാജ്യമെന്ന നില കൊച്ചിക്ക് ഇല്ലാതായി മാറി. തിരുവിതാംകൂറിലെ മഹാരാജാവായ ശ്രീ ചിത്തിര തിരുനാൾ തിരുവനന്തപുരം തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി മാറി. 1956 നവംബർ 1 തീയതി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കേരള സംസ്ഥാനം രൂപം കൊണ്ടതോടുകൂടിയിട്ട് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും കൊച്ചി രാജ്യം ഇല്ലാതായി മാറി. ഈ ഒരു ദിവസമാണ് നമ്മൾ കേരളപ്പിറവി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അതായത് 1956 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൻ്റെ ആരംഭം.